ഹലോ, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പുളിയിഞ്ചിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിലും എങ്ങനെ പുളിയിഞ്ചി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇവിടെ എടുത്തത്. പുളി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പുളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് പിഴിഞ്ഞെടുത്തത്. അഥവാ സോഫ്റ്റ് ആയിട്ടുള്ള പുളിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ സാദാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇത് പിഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 ക്യൂബ് വെല്ലമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2 എണ്ണം ചേർത്തിട്ട് വീണ്ടും ഒരു 1/2 ക്യൂബ് വെള്ളം ചേർത്ത് പിന്നെ വീണ്ടും ഒരു 1/2 ക്യൂബും കൂടെ ചേർത്ത് ടോട്ടൽ 3 ക്യൂബ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് ഉരുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒന്ന് ഒരു 2.5 കപ്പ് പുളിവെള്ളമാണ് നമ്മൾ എടുത്തത്. അതൊരു 2 കപ്പ് ആവുന്നത് വരെ ഏകദേശം നമുക്കിത് അടുപ്പിൽ വെക്കേണ്ടി വരും. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമ്മുടെ മധുരമൊക്കെ കറക്റ്റാണ്. ഇനി ഇതുപോലുള്ള ഒരു 2-3 പീസ് ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ടോട്ടലി ഏകദേശം എല്ലാം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയാണ് ഉണ്ടായത്. അത്ര ഇഞ്ചി കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 4 വലിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കണം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂണ് കടുക് ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ചധികം കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച പച്ചമുളകും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി 2 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയാണ് ഉണ്ടായത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ കരിഞ്ഞു പോവാനും പാടില്ല. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളർ ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾ ആക്കിയെടുക്കണം. എങ്കിലേ നമ്മുടെ പുളിയിഞ്ചി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളവും വെല്ലമൊക്കെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുളിയിഞ്ചി ഒന്ന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അത് 1 ടീസ്പൂണ് പച്ചരിയും 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂണ് ഉലുവയും നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം.
പച്ചരിയുടെയും ഉഴുന്നിൻ്റെയും ഒന്നും അളവ് കൂടിപ്പോകാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂണ് മുതൽ 1 ടീസ്പൂണ് വരെ മതിയാകും. അതിൻ്റെ കൂടുതൽ നിങ്ങളിടാൻ പാടില്ല. ഉലുവയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ. നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഈ പുളിയിഞ്ചിയിലേക്ക് നമ്മൾ ഈ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല കൊഴുപ്പേറിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി നമുക്ക് തയ്യാറായി വരും. അപ്പോൾ സാധാരണ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2-3 ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ചാലാണ് ആ പുളിയിഞ്ചി നല്ല കൊഴുപ്പായിട്ട് വരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അന്ന് തന്നെ ആ പുളിയിഞ്ചി ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ആയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിരിക്കും തോറും വീണ്ടും വീണ്ടും കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഈ പരുവത്തിലായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.